മൈക്കിളിന് ബാറ്റും പോലും പിന്നെ ബുദ്ധി വളരാൻ ഞാൻ എന്നെ മേടിച്ചത് കാണിച്ചു കൊടുക്കടി. ഞാൻ മൈക്കിളിന് ബുദ്ധി വളരാൻ വേണ്ടി 100 രൂപയുടെ ഈ സാധനം കേട്ടോ. നല്ല പെട്ടെന്ന് തന്നെ ബുദ്ധി വളരും. നിനക്ക് മേടിച്ചത് മലയാളികൾ ഇഷ്ടംപോലെ പുള്ളിക്കാരന്റെ സ്റ്റാഫിനുണ്ട്. അപ്പൊ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് മലയാളികൾ. നോക്കൂ, അതായത് നമ്മൾ ഈ വണ്ടി ഇട്ടാക്കുന്നതിന്റെ തൊട്ട് താഴെ ഉണ്ടല്ലോ ഒരു കിടിലൻ പുഴയാട്ടോ ഒഴുകുന്നത്. ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പൊ എന്റെ അനിയൻ കൊണാരൻ വേറെ വിഷയങ്ങൾ പറഞ്ഞത് പോയി കേട്ടോ. അതായത് നിന്റെ അണ്ടി ഇനിയൊന്നും മിണ്ടുന്നില്ല. ഓക്കെ നോക്കൂ, ഞങ്ങൾക്ക് നമ്മൾ അടുത്ത ഈ മാസം അവസാനം പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് പിന്നെ എന്താ പറയുക അച്ചാറും കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുപോകണം. കഴിഞ്ഞ വർഷത്തോടെ ആകരുത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു സാധനം കൊണ്ടാകാതെ ഞങ്ങൾ പെട്ടുപോയി. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചോറ് മാത്രം ഗൈസ് നോക്കൂ, അതിന് വേണ്ടിയുള്ള അച്ചാറിടാനുള്ള മീനും സംഭവങ്ങളും ഗൈസ് നോക്കൂ. വർക്ക്ഷോപ്പിലേക്കല്ല, കണ്ണൂർ ഇത്ര നേരം വരെ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് വിട്ട സമയല്ലേ, അതാണ്. പിന്നെ മണ്ടത്തരം പറയുന്ന സ്കൂളുണ്ടോ? എടാ ലിവിനെ, അതിന് വേണ്ടി പ്ലക്കർ കൊണ്ട് എടുക്കുന്നേ, അത് കൈ കൊണ്ട് കോണ്ടാക്ട് ഇട്ടായിരിക്കാൻ വേണ്ടി. ഇവിടെ ഒരു പുള്ളി നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. പുള്ളി ഫോട്ടോ എടുക്കാൻ അതുപോലെ സംഭവമാണ്. ഇതെല്ലാം എഴുതി കാണിക്കുന്നുണ്ട് ലിവിനെ കൂടെ അല്ലേ? നമ്മുടെ വണ്ടി ഇവിടുന്ന് ഈ അങ്ങാടിക്കടവിൽ നിന്ന് നമ്മൾ വണ്ടി ഓടിച്ച് അമേരിക്കയിൽ പോവാ. അങ്ങനെ ഇവിടുന്ന് വണ്ടി ഓടിച്ച് ഇന്ത്യയിൽ നിന്ന്, നേപ്പാളിൽ നിന്ന്, ചൈന വഴി ഇപ്പൊ കസാക്കിസ്ഥാനിലാണ്. ഇനി അത് അവിടുന്ന് റഷ്യ വഴി യൂറോപ്പിന് പോയി, അങ്ങനെ അമേരിക്ക വഴി. അതെ ഞാൻ പോകാൻ സാധനമില്ലല്ലോ. കഥ ചോദിച്ചിട്ട് നിങ്ങൾ കഥയിൽ ആരാന്ന് ചോദിച്ചു ഞാൻ എന്നാ പറയാനാ അല്ലേ? എത്രയാ ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് നോക്കണേ. 82 രൂപ. അപ്പൊ നമുക്ക് ഏതാണ് പൈനാപ്പിൾ ഇട്ടത്? ദിസ് ഈസ് 3 നമ്മള് മട്ടൺ ഹൗസിലേ മട്ടൺ ഹൗസിൽ ഇരുന്നിട്ട് എനിക്ക് ആ കോമഡി ഇപ്പോഴും ഓർക്കുന്നില്ല കേട്ടോ. ഓർക്കുന്നില്ലേ? നീ പറയണ്ട. എന്റെ കാര്യം ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇത് ഇനി എന്റെ പുറകെ വരുന്ന ആരാന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. ഇതാണ് എന്റെ കൂട്ടുകാരൻ സെബിൻ. ഇനി ഞങ്ങളുടെ യാത്രയിൽ ഇവൻ കൂടുതലുണ്ടാവും. എന്റെ ബാല്യകാല സുഹൃത്താണ്. അവൻ വീട്ടിലായിരുന്നു. അല്ല അങ്ങനെയല്ലേ? വരൂ.